കുറേ കാലം ആഗ്രഹിച്ചിട്ട് ഞാനൊരു വണ്ടി വാങ്ങിട്ടോ. ആക്സസ് 125 2026 മോഡൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചരലിൽ വീണ് കുറേ സ്ക്രാച്ചായിട്ട് വണ്ടി എടുത്തിട്ട് 3 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോകണം, പിന്നെ വില്ലേജിലൊന്ന് പോകാനുണ്ട് കേട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി, പിന്നെ എങ്ങോട്ട് പോകണമെങ്കിലും ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അങ്ങനെ പുറത്തിറങ്ങി പോകാൻ നിൽക്കുകയാണ്. നമ്മളെ വണ്ടിമ്മ തന്നെ കേട്ടോ പോകാൻ നിൽക്കുന്നത്. കൂടെ വാപ്പയുണ്ട്. അങ്ങനെ വില്ലേജിലെത്തിയപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൽ ചെറിയ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ കുറേ നേരം കാത്തു നിന്നു. പിന്നെ ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫാനൊക്കെ ഞാൻ തന്നെ ഇട്ടു. പിന്നെ നമ്മൾ സുസുക്കിൻ്റെ സർവീസ് സെൻറ്ററിലാണ് കേട്ടോ പോയത്. അവിടെ നമ്മുടെ ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പം വിശാലമായ 2 വണ്ടിയിൽ പോയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ വാപ്പൻ്റെ വണ്ടിയിൽ ബാക്ക് സീറ്റിലിരുന്ന് സുഖസുന്ദരമായി ഞാൻ തിരിച്ചു വരികയാണ്. വാപ്പൻ്റെ ഒപ്പം പോകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോൾ കേട്ടതിനേക്കാളും അടിപൊളിയായിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സുകൾ വാപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് അക്ഷരം പടി കേട്ടുകൊണ്ടിരിക്കണം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം തിന്നും പിന്നെ കഴിക്കും എന്നാണല്ലോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മൊയ്തീൻ്റെ കാഞ്ചനമാലൻ്റെ ഒക്കെ പരിശുദ്ധമായ പ്രണയം പറഞ്ഞ ഇരുവഞ്ഞിപ്പുഴ. ഇതിൽ കൂടെ പോകുമ്പോൾ മറ്റേ ഡയലോഗ് ഓർമ്മ വരും. ഇരുവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ്. പിന്നെ ഇതാണ് കേട്ടോ കാരമൂല അങ്ങാടി. നമ്മൾ പഴയ കേരളത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലുള്ള ഒരു ഹോട്ടലുണ്ട് കേട്ടോ അവിടെ. പിന്നെ എൻ്റെ വാപ്പ ഒരു മീൻ പൂച്ച ആയതുകൊണ്ട് എവിടെ പോയാലും മീൻ വേണം കേട്ടോ ആൾക്ക്. എന്ത് കിട്ടിയില്ലെങ്കിലും മീൻ മസ്റ്റാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ പോയി. നല്ല വെയിലത്താണ് കേട്ടോ ഞങ്ങൾ പോയി. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നല്ലോണം ദാഹിച്ചു. അങ്ങനെ അവിടെ അടുത്ത് കണ്ട അങ്ങാടിയിൽ നിന്ന് നമ്മൾ ഒരു 7up കുടിച്ചു കേട്ടോ. 7up കൊണ്ട് ഉള്ളിലെത്തിയപ്പോൾ മറ്റേ നസ്രിയ പറയണ മാതിരി അടിവയറ്റിൽ മഞ്ഞ് വീണ ഒരു സുഖം. തലൻ്റെ മുകളിൽ ചട്ടി കമത്തി വെച്ച മാതിരിയുള്ള ഈ ഒരു ഹെൽമെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹെൽമെറ്റാണ്. അങ്ങനെ ബാക്കിയുള്ള 7up ആയിട്ട് ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു. പണ്ടത്തെ ചങ്ങമ്പുഴൻ്റെ ഒക്കെ കവിതയിൽ പറയണ പോലെ മലരണി കാടുകൾ തിങ്ങി വിങ്ങിയ ഒരു കേരളമാണ് ഞങ്ങളെ നാട്. ഇവിടെ നിറച്ച് കവുങ്ങും തെങ്ങും റബ്ബറും അങ്ങനെ ഒരു സ്ഥലങ്ങളാണ് കേട്ടോ കൂടുതൽ കാണാൻ പറ്റുക. പിന്നെ ചിലവരൊക്കെ പറയും ഒരു മലമണ്ടയിലല്ലേടി എൻ്റെ നാട് എന്ന്. അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങളൊരു മലേൻ്റെ മുകളിൽ തന്നെയാണ് ഞങ്ങളെ നാട് വരുന്നത്. പക്ഷേ രസമാണ് കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ അടിപൊളിയാണ്, ചില കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര അടിപൊളിയല്ല. എന്നാലും നമുക്ക് നമ്മുടെ നാടെന്നും ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ വീട്ടിലെത്തിയപ്പം ചെമ്മീൻ മുറിക്കാൻ എനിക്ക് ഡ്യൂട്ടി കിട്ടിട്ടോ. എനിക്ക് ആകെ പൊളിക്കാൻ അറിയുന്ന ഒരു മീൻ ചെമ്മീനാണ്. എനിക്ക് പൊളിക്കാൻ ഇഷ്ടമുള്ള മീൻ ചെമ്മീനാണ്, തിന്നാനും ഇഷ്ടമുള്ള മീൻ ചെമ്മീനാണ് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് വാപ്പ വാർത്ത കേൾക്കണതാണ്. 24 മണിക്കൂർ വാപ്പക്ക് ഇങ്ങനെ ലോകവിവരം അറിഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ ഉറങ്ങുമ്പോഴും വാർത്ത കേട്ടിട്ടാണ് ഉറങ്ങാറുള്ളത്. അങ്ങനെ ഞാനങ്ങനെ ചെമ്മീനൊക്കെ തൊളിച്ചു. പിന്നെ അമ്മായി കറി ഉണ്ടാക്കി. അങ്ങനെ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തീറ്റക്കുടിയൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ ശേഷം പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു. പഴം വാട്ടി ഞാനും കാക്കയും കൂടെ തിന്നു. മീമിയൊക്കെ പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടംപൂച്ച രംഗപ്രവേശനം നടത്തിയത്. ആൾ മീനില്ലാത്ത സങ്കടത്തിനൊരു തെറ്റിട്ടോ.